ഹലോ മക്കളെ, എല്ലാവർക്കും എഡ്യൂബോട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഓണമാണ്, ഓണത്തിൻ്റെ ആഘോഷത്തിലാണല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ ഒരു ഓണാഘോഷത്തിന് മുന്നേ ഒക്കെ ഒരു ഓണാഘോഷം ഒന്നുകൂടി കളറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്, ഒരു ഓണപ്പരീക്ഷ അതിൻ്റെ മുന്നേ ഉണ്ട് അല്ലേ. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഓണപ്പരീക്ഷ എന്ന് പറയുന്നത് അത്ര പേടിക്കാനുള്ള കാര്യമാണോ? അതൊന്നും അത്ര വിഷയമുള്ള കാര്യമല്ല. ഓണമല്ലേ. ഓക്കെ, എന്ന് വെച്ചാൽ എക്സാം എഴുതി കഴിഞ്ഞാൽ അടിപൊളി ഓണം മുന്നിൽ വരാൻ പോകുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷം അതും ഉണ്ടാവും അല്ലേ. ഓക്കെ, പക്ഷേ നമ്മൾ പ്ലസ് ടുക്കാരെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടു ഒക്കെ തുടങ്ങി ഏകദേശം 2 മാസം കഴിഞ്ഞും ഇപ്പോൾ ഒരു 2.5 മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വരികയാണ്, നമ്മുടെ ഓണപരീക്ഷ വരികയാണ് അല്ലേ. പ്ലസ് 1 പ്ലസ് 2 ഒക്കെ എക്സാം ഉണ്ട്. എന്തായാലും നമ്മുടെ ഹയർ സെക്കൻഡറി ലൈഫിലെ ഏറ്റവും ആദ്യത്തെ പരീക്ഷ ആയിട്ട് തുടങ്ങുകയാണ് അല്ലേ. ഓക്കെ, എന്ന് വെച്ചാൽ പ്ലസ് 2 കൂടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താണ് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്കൂൾ ലൈഫ് എന്ത് ചെയ്യാണ് എൻഡ് ചെയ്തിട്ട് നിങ്ങൾ എങ്ങോട്ട് പോകും, കോളേജ് എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ മനുഷ്യന്മാരൊക്കെ ആവാൻ വേണ്ടി പോകും. അതിൻ്റെ മുന്നേ ഉള്ള ഒരു ചെറിയ എക്സാമാണ് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എഴുതാൻ പോകുന്ന ഒരു ചെറിയ എക്സാം പറയും. പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. പ്ലസ് 2 നിങ്ങളുടെ മാർക്ക് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്ലസ് 2 പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ടു ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ആ ഒരു പോയിന്റ് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് പഠിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഹെൽപ്പായിട്ട് അല്ലെങ്കിൽ കുറച്ച് ടിപ്സ് ആയിട്ട് ഒക്കെയാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓണം എക്സാമിന് എന്തൊക്കെയാണ് ബിസിനസ് സ്റ്റഡീസിൻ്റെ ടോപ്പിക്, അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണല്ലേ. പലരും പലതും കേൾക്കുന്നുണ്ട്. 2 ചാപ്റ്ററാണ്, 5 ചാപ്റ്ററാണ്, 3 ചാപ്റ്ററാണ്, 4 ചാപ്റ്ററാണ് എന്നുള്ള ഒരുപാട് വർത്തമാനങ്ങൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടി ഞാൻ പറയുന്നത് നമുക്കൊരു ഇയർ പ്ലാൻ ഉണ്ട്. ഓക്കെ, ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇയർ പ്ലാൻ ഉണ്ട്. ഓരോ മാസവും എത്ര ചാപ്റ്റേഴ്സ് നിങ്ങളുടെ സ്കൂളിൽ കംപ്ലീറ്റ് ചെയ്യണം, അത് വെച്ചിട്ട് എത്ര എക്സാംസ് നിങ്ങൾ നടത്തണം എന്നുള്ള കറക്റ്റ് ഇയർ പ്ലാൻ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ടിട്ട് ഓണത്തിന് വരാൻ പോകുന്ന ചാപ്റ്റേഴ്സുകൾ ഏതൊക്കെയാണെന്നും ആ ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നും, ഇമ്പോർട്ടൻറ്റ് മീൻസ് ഞാൻ എല്ലാ ടോപ്പിക്സും പറയും, അതിലൊരു വെയിറ്റേജ് ഞാൻ എന്ത് ചെയ്യും അഡീഷണൽ ആയിട്ട് പറഞ്ഞു തരും. ഈ ടോപ്പിക്സ് കുറച്ച് അധികം പഠിച്ചോളൂ. ഓക്കെ, ഇതൊരു എസ്സേ പൊട്ടൻഷ്യലുള്ള ക്വസ്റ്റ്യൻ ആണ് എന്നൊക്കെ രീതിയിൽ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ഓണാശംസ ഒക്കെ പറഞ്ഞ് തുടങ്ങാൻ തോന്നില്ല. അവർക്ക് അഡ്വാൻസ് ഓണാശംസകളൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഓണപ്പരീക്ഷയിൽ നല്ല കളർ ഓണം എന്നൊക്കെ ആയിട്ട് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, സോ എത്ര ചാപ്റ്റർ ആണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏകദേശം ബൈ ഓഗസ്റ്റിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് 5 ചാപ്റ്റേഴ്സ് ആണ് എന്ത് ചെയ്യേണ്ടത്, സ്കൂളിൽ കംപ്ലീറ്റ് ആവേണ്ടത്. അങ്ങനെ 5 ചാപ്റ്റേഴ്സിൻ്റെ എക്സാം ആണ് ഇവിടെ നടക്കേണ്ടത്, ഓണപരീക്ഷയ്ക്ക് നടക്കേണ്ടത് എന്നാണ് നമ്മുടെ ഒരു ഇയർ പ്ലാൻ പ്രകാരമുള്ളത്. പക്ഷെ അത് മാറാറുണ്ട് പല റീസൺസ് കൊണ്ടിട്ട്. ഒരുപാട് വർക്കിംഗ് ഡേയ്സ്, ഹോളിഡേയ്സ് ഒക്കെ വരുന്ന സമയത്ത് പല സ്കൂളുകൾക്കും ചിലപ്പോൾ എന്ത് സാധിക്കാറില്ല, അത് എത്താൻ പറ്റാറില്ല. സോ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറ്റങ്ങളോ അല്ലെങ്കിൽ റെസ്പെക്റ്റീവ് സ്കൂൾസിന് എന്ത് ചെയ്യും അവർക്കനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കൊടുക്കാറുണ്ട്. ഓക്കെ, എനിവേ അതൊക്കെ നമ്മൾ വിട്ടേക്ക്, അതും നമ്മുടെ കാര്യങ്ങളല്ല. നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, എത്ര പഠിക്കണം, എങ്ങനെ പഠിക്കണം, എത്ര മാർക്ക് വാങ്ങണം എന്നുള്ളതാണ് അല്ലേ. എത്ര മാർക്ക് എന്നുള്ളത് നമുക്ക് ഡൗട്ടില്ല, 100% മാർക്കിനെ നമ്മൾ വാങ്ങും എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, കമ്മിങ് ടു ദ പോയിന്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇവിടെ 5 ചാപ്റ്റേഴ്സിൻ്റെ ഡിസ്കഷനാണ് വേണ്ടി നടത്താൻ വേണ്ടി പോകുന്നത്. സ്റ്റാർട്ടിംഗ് ഫ്രം ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, ബിസിനസ് എൻവിറോൺമെന്റ്, പ്ലാനിംഗ്, ഓർഗനൈസിംഗ് അല്ലേ. ഓക്കെ, അങ്ങനെ 5 ചാപ്റ്റർ. ഈ 5 ചാപ്റ്റർ പറയുകയാണെങ്കിൽ ഇതിലൊരു ഒറ്റ ചാപ്റ്ററും എന്തല്ല, ഒരു ഹ്യൂജ് ചാപ്റ്ററോ അല്ലെങ്കിൽ വലിയ ചാപ്റ്ററോ അല്ല, കൊച്ചു ചാപ്റ്ററുകളാണ്. നമുക്ക് പഠിക്കാൻ ഭയങ്കര എളുപ്പമുള്ള വളരെ കുറച്ച് ടോപ്പിക്സ് മാത്രം ഡിസ്കസ് ചെയ്യുന്ന ചെറിയ ചാപ്റ്ററുകളാണ് നമുക്ക് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2.5 മാസം കൊണ്ട് 5 ചാപ്റ്റർ എന്നുള്ളത്. കേൾക്കുമ്പം 5 ചാപ്റ്റർ എന്നൊക്കെ വരും, പഠിച്ചോനെ 5 എണ്ണോ എന്നൊക്കെ ഒരു മൈൻഡിൽ വരാം. പക്ഷേ ഞാൻ അതിന് ടോപ്പിക്സിലേക്ക് പോകുന്ന സമയത്ത് യു ഡോണ്ട് വെറി അബൌട്ട് ദോസ് തിങ്സ്. ഓക്കെ, വളരെ എളുപ്പമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എഡ്യൂബോട്ടിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ 5 ചാപ്റ്റേഴ്സിൻ്റെ ഒരു സ്പെഷ്യൽ കോച്ചിങ് ബാച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ഓണം സ്പെഷ്യൽ ബാച്ച് എന്നുണ്ട്. ഓണം എക്സാം സ്പെഷ്യൽ ബാച്ചാണ്. വെറും 999 rupees യു ക്യാൻ എൻറോൾ ടു ദിസ് കോഴ്സ് ആൻഡ് എല്ലാ ആപ്പിൻ്റെ ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് എന്ത് കിട്ടും, ആപ്പിൻ്റെ എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്ന ഒരു പ്ലാനാണ് ഏത് 999 പറയുന്നത്. ഈ 5 ചാപ്റ്റേഴ്സിൻ്റെ ടോട്ടൽ വീഡിയോസ്, റെക്കോർഡഡ് വീഡിയോസ്, ലൈവ് വീഡിയോസ് ആൻഡ് MCQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇങ്ങനെ അടങ്ങിയിട്ടുള്ള ഒരുപാട് റിസോഴ്സസ് ഉള്ള എല്ലാത്തിലേക്കുമുള്ള ഒരു ആക്സസ് ആണ് വെറും 999 rupees എഡ്യൂബോട്ട് ഈസ് പ്രൊവൈഡിങ് ടു യു. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക, ആവശ്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, എന്തായാലും എന്ത് ചെയ്യുക, ഈ പറഞ്ഞതുപോലെ തന്നെ എൻറോൾ ചെയ്യാൻ ഇറ്റ്സ് വെരി ഈസി. രണ്ട് ലിങ്ക് ഉണ്ടാവും നമ്മുടെ കമൻറ്റിൻ്റെ വീഡിയോന് താഴെ. ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാനാണ്. എഡ്യൂപോർട്ട് നിങ്ങൾക്ക് കോൾ വരും. ആൻഡ് ഇഫ് യു നീഡ് ടു ആസ്ക് എനിത്തിങ് മോർ, ഇപ്പം ഞാൻ പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളൂ അല്ലേ, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ആ ഫോം ഫില്ല് ചെയ്താൽ മതി. ഇവിടുന്ന് നിങ്ങളെ എന്ത് ചെയ്യും, ഞങ്ങൾ വിളിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം, അതിൻ്റെ പേയ്മെൻറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഇനി അതല്ല, വി ട്രസ്റ്റ് എഡ്യൂപോർട്ട്. ഓക്കെ, എഡ്യൂപോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, അത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഈ എഡ്യൂപോർട്ട് ഷോപ്പ് എന്ന് പറയുന്ന ഒരു ലിങ്കും കൂടി അതിൽ അവൈലബിൾ ആണ്. അത് പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡയറക്റ്റ്ലി ഒരു 999 rupees UPI പേയ്മെൻറ്റ് വെച്ച് ചെയ്യാനോ കാർഡ് പേയ്മെൻറ്റോ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ you would be getting access to the application. നമ്മുടെ എഡ്യൂപോർട്ടിൻ്റെ ആപ്പിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയറാൻ വേണ്ടി പറ്റുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. നൗ കമ്മിങ് ബാക്ക് ടു ദ പോർഷൻസ് അല്ലേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചാപ്റ്റർ 1 എന്ന് പറയുന്നത്
ഓൾറെഡി നിങ്ങളെല്ലാവരും പഠിച്ചു കഴിഞ്ഞതായിരിക്കും എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഒരുപാട് വിശദീകരണത്തിലേക്ക് ഒന്നും പോകുന്നില്ല. ഭയങ്കര സിമ്പിളായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ ചാപ്റ്ററിനൊന്ന് കാറ്റഗറൈസ് ചെയ്ത് തരാം എന്നുള്ളതാണ്. നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കാണുമ്പോൾ അതിൽ നിന്ന് ഏകദേശം ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമ്മൾ ഫോളോ ചെയ്ത് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം ദ മീനിങ് അല്ലേ. മീനിങ് എന്താണ്, മാനേജ്മെൻറ്റിൻ്റെ മീനിങ് എന്താണ് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാനുള്ളത് വരാൻ വേണ്ടി പോകുന്നത്. വാട്ട് യു മീൻ ബൈ മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് എന്ന് പറയുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ആൻസർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് കേട്ടോ. ദെൻ കമ്മിങ് ടു ദ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ, ഏകദേശം 5 6 7 ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമുക്ക് കാണാം. ഐ എം ടോൾഡിങ് യു ഒരു 5 ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യുക, സെറ്റാക്കി വെച്ചേക്കുക. എത്രണ്ണം, ഒരു 5 ക്യാരക്ടറിസ്റ്റിക്സ് സെറ്റാക്കി വെച്ചേക്കുക. ഓക്കെ, എന്തൊക്കെയാണ് ഇന്ന് മാനേജ്മെൻറ്റിൻ്റെ എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു 5 ക്യാരക്ടറിസ്റ്റിക്സ്. ഏതാണോ നിങ്ങൾക്ക് എളുപ്പമുള്ള പോയിന്റ് ഏതാണ്, ജസ്റ്റ് ലേൺ ദാറ്റ് പോയിന്റ് ഓൺലി. ഓക്കെ, ഒബ്ജക്റ്റീവ്സിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. നമുക്കാകെ 3 ഒബ്ജക്റ്റീവേ എവിടെയുള്ളൂ, നമുക്ക് മാനേജ്മെൻറ്റിലുള്ളൂ അല്ലേ. സോഷ്യൽ ഒബ്ജക്റ്റീവും അതേപോലെ തന്നെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവും അതുപോലെ തന്നെ പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന 3 ഒബ്ജക്റ്റീവ്സും ഉണ്ട്. അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽ പഠിച്ചു വെച്ചേക്കാം. ഒരു 5 മാർക്ക് പൊട്ടൻഷ്യൽ ഉള്ള ക്വസ്റ്റ്യൻ ആണത്. 3 പോയിന്റ്സേ ഉള്ളൂ എങ്കിലും ഈ പറഞ്ഞതുപോലെ ഓർഗനൈസേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനുണ്ട്. ബട്ട് ഇറ്റ്സ് ഗുഡ് വൺ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. ആൻഡ് കമ്മിങ് ടു ദ ഇമ്പോർട്ടൻസ്, ഇറ്റ്സ് എൻ ഓഫർ, ഒരു പാക്കേജ് പോലെയാണ് ഈ സാധനം പറയുന്നത്. ഇത് രണ്ടും പഠിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയോ, സെയിം പോയിന്റ്സ് ആണ്. സോ യു ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് ദാറ്റ് തിങ്. ഓക്കെ, അതെന്ത് ചെയ്താൽ മതി, ഓൾറെഡി നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഈ പോയിന്റ് ഒക്കെ ഞാൻ മുകളിൽ പഠിച്ചതാണല്ലോ എന്ന് നിങ്ങൾ തന്നെ പറയൂ കേട്ടോ. ഓക്കെ, കമ്മിങ് ടു ദ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് ഈസ് ദ നേച്ചർ ഓഫ് മാനേജ്മെന്റ്. എഗെയിൻ നമുക്ക് എന്തുണ്ട്, 3 നേച്ചർ ഓഫ് മാനേജ്മെന്റ് ആണുള്ളത്. സ്റ്റാർട്ടിങ് ഫ്രം ദ സയൻസ്, ആർട്ട് ആൻഡ് പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ട് 3 പോയിന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് ഇറ്റ്സ് എ വെരി ഈസി വൺ ഓൾസോ. ആ നേച്ചർ ഓഫ് മാനേജ്മെന്റിൽ എന്താണ് പറയുന്നത്, ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഇവരെ രണ്ടാളെയും കമ്പൈൻ ചെയ്യുന്നത്, ആർട്ടിനും പ്രൊഫഷനും ആർട്ടിനും മാനേജ്മെന്റിനും എന്താണ് കോമൺ ആയിട്ടുള്ള ഒരു 3 പോയിന്റ്സ്. ഈച്ച് വണ്ണിലും എന്ത് ചെയ്യുക, 3 പോയിന്റ്സ് പഠിച്ചു വെച്ചേക്കാം. 3 എണ്ണത്തിൽ 3 എണ്ണം കൂടി പഠിച്ചു വെച്ചേക്കാം. Again we have another 3 points which is the levels of management. വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്, ബട്ട് യു ക്യാൻ സ്കോർ ഫുൾ മാർക്സ് ഇൻ ദാറ്റ് വൺ. അതാണ് ഇതെന്ന് പറയുന്നത് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ. 3 ലെവൽസ് ഉണ്ട്. ആ 3 ലെവൽസ് പഠിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. 3 മാർക്സിനുള്ളതാണ്. ഓക്കെ, 3 മാർക്കിനുള്ള 3 ലെവൽസ് ആണുള്ളത്. ആ ഓരോ ലെവലിലും ആരൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കി വെച്ചേക്കുക. അവരുടെ ഫംഗ്ഷൻസ് എന്താണെന്നും കൂടി നോക്കി വെച്ചാൽ ഫുൾ മാർക്ക് ഇറ്റ്സ് പക്ക. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. 5 ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ബട്ട് ഡോണ്ട് വറി, ജസ്റ്റ് ലേൺ ദ നെയിംസ്. ഓക്കെ, എന്താണ് 5 ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്ന് പഠിക്കുക. ഒരു സിമ്പിൾ ഡെഫിനിഷൻ, പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് എന്നുള്ളത് പോലെ വളരെ ഈസി ആയിട്ടുള്ള ഒരു 1 സെന്റൻസ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ദേ ആർ ഗോയിങ് ടു ആസ്ക് ദിസ് ഫംഗ്ഷൻ. ഈ എക്സാമിന് അവരെന്തേ ചോദിക്കുള്ളൂ, വളരെ ലൈറ്റ് ആയിട്ട് ചോദിക്കുള്ളൂ. പക്ഷേ ബോർഡ് എക്സാം ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് പഠിക്കും, നമ്മൾ ഈ 5 ഫംഗ്ഷൻസും 5 ചാപ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അറ്റ് ദാറ്റ് ടൈം നമ്മൾ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ബിഗ് വൺ. നമ്മൾ ഈസി ആയിട്ട് എന്ത് ചെയ്യും, സ്കോർ ചെയ്യും. ആൻഡ് വി എൻഡ് അപ്പ് വിത്ത് ദ കോർഡിനേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ചാപ്റ്റർ എൻഡ് ചെയ്യുന്നു അല്ലെ. കോർഡിനേഷൻ ഇസ് നത്തിങ് ബട്ട് ഒരു സിമ്പിൾ ഒരു എന്താണ് കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇത്രയാണ് മക്കളെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഡൺ വിത്ത് ദാറ്റ് ചാപ്റ്റർ. ഇതില്ലേ ഈ 5 ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ കുറച്ചെങ്കിലും കാര്യങ്ങളുള്ള ചാപ്റ്റർ ഇതാണ്. സോ ലേൺ വെൽ. ഈ പറഞ്ഞതുപോലെ തന്നെ എക്സാമിനേഷന് ഏകദേശം ഒരു 5 ചാപ്റ്റേഴ്സും 80 മാർക്സുമാണ് നമ്മുടെ മുന്നിൽ. സോ എക്സ്പെക്റ്റഡ് ടു ബി ദേ ആർ ഗോയിങ് ടു ആസ്ക് ഒരു 15 മാർക്ക് അല്ലെങ്കിൽ 15 to 20 മാർക്സ് വരെ ചിലപ്പോൾ ഈ ചാപ്റ്ററിൽ തന്നെ അവർക്ക് ചോദിക്കാനുള്ള പൊട്ടൻഷ്യൽ ഒരു ചാപ്റ്ററാണ്. ഐ എം എക്സ്പെക്ടിങ് ഒരു 13-14 അബോവ് എന്തായാലും ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമിനേഷന് വരാം എന്നുള്ളതാണ്. കമ്മിങ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, ഇറ്റ് ഈസ് എ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വളരെ ഫോക്കസ്ഡ് ചാപ്റ്റർ. അധികം ടോപ്പിക്സ് ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. വെറും 4-5 ടോപ്പിക്സ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് വി ആർ വെരി സ്പെസിഫിക് അബൌട്ട് വാട്ട് ദേ ആർ ഗോയിങ് ടു ആസ്ക് അല്ലേ. എന്താണ് അവർ ചോദിക്കാൻ പോകുന്നത് എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. ഒരു ഹെൻറി ഫയലിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തായാലും ചോദിക്കും. FW ടൈലറിൻ്റെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ചോദിക്കും. അദ്ദേഹത്തിൻ്റെ ടെക്നിക്സും ചോദിക്കും. നേച്ചറും സിഗ്നിഫിക്കൻസിലും മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും ഒരു ഡൗട്ടുള്ളൂ, ചോദിക്കൂല എന്നുള്ളത്. പക്ഷേ ഫസ്റ്റ് 3 ടോപ്പിക്സ് കമ്പൽസറി 100%. സോ വെൻ യു ആർ ഗോയിങ് ടു ലേൺ ദിസ് ചാപ്റ്റർ, ഈ 3 ടോപ്പിക്സ് സെറ്റ് ആയതിനു ശേഷം മാത്രം എങ്ങോട്ട് പോവുക, നേച്ചറിലേക്കും സിഗ്നിഫിക്കൻസിലേക്കും പോവുക കേട്ടോ. ഓക്കെ, സോ ദാറ്റ് പോയിന്റ് ഷുഡ് ബി വെരി കെയർഫുൾ. ഓക്കെ, അപ്പോൾ വെറുതെ നാച്ചുറൽ സിഗ്നിഫിക്കൻസ് ആദ്യം പഠിക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് എന്തായാലും ഹെൻറി ഫയൽ FW ടൈലറും ടെക്നിക്സും ഒക്കെ കഴിഞ്ഞിട്ടാണ് അവർ ഇതിലേക്ക് പോയത്. ചോദിക്കൂല എന്നല്ല പറയുന്നത്, ഓണപ്പരീക്ഷ ആയതുകൊണ്ട് തന്നെ ദേഹാവില്ല അവർക്ക് എത്രയോ ചോദിച്ചാലും മാർക്ക് അവർക്ക് ചോദിക്കാനുള്ള അത്രയും ക്വസ്റ്റ്യൻസ് ഇടാനുണ്ട് അല്ലേ. അപ്പോൾ എത്ര ടോപ്പിക്സ് ഉള്ളൂ, നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു 25 ടോപ്പിക്സ് തന്നെ ഉള്ളൂ. അപ്പോൾ 25 ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ പോലെ അങ്ങനെയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബട്ട് സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു ഗുഡ് മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 3 കാര്യങ്ങൾ ഫയോളും FW ടൈലറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക. ശേഷം എന്ത് ചെയ്യുക, നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസും എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് സെറ്റാക്കി വെച്ചേക്കുക. ആഫ്റ്റർ ദാറ്റ് വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ
വിച്ച് ഈസ് എ ബിസിനസ് എൻവിറോൺമെന്റ്. എഗെയിൻ ഈ പറഞ്ഞതുപോലെ തന്നെ വെറും നാല് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു ചാപ്റ്ററാണ് ഇതെന്ന് പറയുന്നത് ബിസിനസ് എൻവിറോൺമെന്റ് എന്ന് പറയുന്നത്. നോട്ട് മച്ച്, നോട്ട് ബിഗ്, നോട്ട് സ്മോൾ എന്ന് പറയുന്ന പോലെ, അല്ല നോട്ട് ബിഗ് എന്ന് പറയുന്ന പോലെ നോട്ട് സ്മോൾ അല്ല, വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇതെന്ന് പറയുന്നത്. ഫസ്റ്റ് ദി വിൽ ലേൺ അബൌട്ട് ദ മീനിങ് ഓഫ് ദ എൻവിറോൺമെന്റ്, അല്ലെ എന്താണ് ബിസിനസ് എൻവിറോൺമെന്റ് എന്നുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ യു ക്യാൻ എക്സ്പെക്ട് ഫ്രം ദാറ്റ്. ഓക്കെ, പിന്നെ എന്താണ് ഫീച്ചർ ഓഫ് ബിസിനസ് എൻവിറോൺമെന്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവിറോൺമെന്റ്. സോ യു നോ, നമ്മൾ 11th സ്റ്റാൻഡേർഡ് മുതൽ തന്നെ ബിസിനസ് സ്റ്റഡീസ് പഠിക്കുന്ന സമയത്ത് യു നോ ദാറ്റ് പോയിന്റിൽ എപ്പോഴും ബിസിനസ് സ്റ്റഡീസിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയണം, അതിൻ്റെ ഫീച്ചേഴ്സ് പറയണം, അതിൻ്റെ മെറിറ്റ്സ് പറയണം, അതിൻ്റെ ഡിമെറിറ്റ്സ് പറയണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു പുതിയ ടോപ്പിക് പഠിക്കുകയാണ് ബിസിനസ് എൻവിറോൺമെന്റ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ബട്ട് ഇറ്റ്സ് വെരി ഈസി വൺ ഓൾസോ. ഇവിടെ റിപ്പീറ്റഡ് പോയിന്റ്സ് വരുന്ന ഒരു 2 ടോപ്പിക്കാണിത്. ഓക്കെ, ബിഫോർ ലേണിംഗ് ദിസ് ടു, ഓക്കെ ഞാൻ പറയുന്നു ബിഫോർ ലേണിംഗ് ടു ഓൾവേസ് ഗിവ് ഇമ്പോർട്ടൻസ്, ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ടു ദീസ് 5 ഡയമെൻഷൻസ്. ഓക്കെ, ഒന്നെന്നുള്ളത് ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ആർക്ക് കൊടുക്കണം, ഈ ഡയമെൻഷൻസ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് ബിസിനസ് എൻവിറോൺമെന്റിന് കൊടുക്കൽ നിർബന്ധമാണ്, 100% നിർബന്ധമാണ്. ദിസ് ക്വസ്റ്റ്യൻ കേട്ടോ, ഈ ചാപ്റ്ററിൽ നിന്ന് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാണ്ട് 100% ഉറപ്പാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കടന്നു പോകില്ല. ഐ ഗ്യാരണ്ടി യു 110% എന്തായാലും ഈ ഡയമെൻഷൻസിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഫേസ് ചെയ്യും എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ 5 ഡയമെൻഷൻസും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് യു ഷുഡ് ഡു ദാറ്റ്. ഓക്കെ, അതിനുശേഷം നമുക്ക് വരുന്നതാണ് എക്കണോമിക് എൻവിറോൺമെന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് ഒരൊറ്റ ടോപ്പിക് കൊണ്ട് വരുന്നുണ്ട്. LPG വരും, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നുള്ള ടോപ്പിക്കും കൂടി എന്ത് ചെയ്യുക, സെറ്റാക്കി വെച്ചേക്കുക. ഡൺ. ഓക്കെ, അത്രയേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഈ ചാപ്റ്ററിലും പഠിക്കാനുള്ളത്. അഗൈൻ കമ്മിങ് ടു ദ മാർക്ക് തിങ്, കഴിഞ്ഞ ചാപ്റ്റർ ആയിക്കോട്ടെ, സെക്കൻഡ് ചാപ്റ്റർ ആയിക്കോട്ടെ, തേർഡ് ചാപ്റ്റർ ആയിക്കോട്ടെ, വി ആർ എക്സ്പെക്ടിങ് മാർക്ക് അപ് ടു 15 to 20 മാർക്സ് തന്നെയാണ്, അല്ലെങ്കിൽ 12 to 18 മാർക്സ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ എവറി ചാപ്റ്റർ, എല്ലാ ചാപ്റ്ററിൽ നിന്ന് ഒരു 15 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഇട്ടാൽ പോലും 5 × 15 75 മാർക്കേ ആവുള്ളൂ. എഗെയിൻ 5 മാർക്സ് ഉണ്ട്. സോ ഒരു 15 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 12 മുതൽ ഒരു 18 വരെ ആയിരിക്കും അവരൊരു വെയിറ്റേജ് ഈച്ച് ചാപ്റ്ററിൽ നിന്ന് വെക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ. ഓക്കെ, വി ഡസൻറ്റ് നോ ഹൗ ദേ ആർ ഗോയിങ് ടു assign this one. Okay, but still ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. സോ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. എന്തിനു കൊടുക്കുക, ഡയമെൻഷൻസിന് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, കമ്മിങ് ടു ദ പ്ലാനിങ് ചാപ്റ്റർ, എഗെയിൻ മറ്റൊരു കൊച്ചു ചാപ്റ്ററാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഈ പറയുന്ന പോലെ പ്ലാനിങ്ങിൻ്റെ മീനിങ് പഠിക്കാം. ഓക്കെ, സോ പ്ലാനിങ്ങിൻ്റെ മീനിങ് ആദ്യം പഠിച്ചിട്ട് ദ സെക്കൻഡ് തിങ് യു നീഡ് ടു ലേൺ ഇസ് ദ പ്ലാനിങ് പ്രോസസ് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ ദിസ് ചാപ്റ്റർ എന്താണ്, ഈ പറഞ്ഞതുപോലെ പ്ലാനിങ് പ്രോസസ്സ് എന്തായാലും കൃത്യമായിട്ട് പഠിക്കാനുള്ള 7ഓളം സ്റ്റെപ്പ് വരുന്ന ഒരു കൊച്ചു സ്റ്റെപ്പ് പ്രോസസ്സാണ് ഇതെന്ന് വരുന്നത്. ലേൺ ദാറ്റ് തിങ്. ഓക്കെ, ലിമിറ്റേഷൻസ് അതിനുശേഷം പഠിക്കുക ആൻഡ് യു ഗെറ്റ് ഗോ വിത്ത് ദ ആഫ്റ്റർ ദിസ് എന്തിലേക്ക് പോവുക, ലിമിറ്റേഷൻസിലേക്ക് പോവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ലിമിറ്റേഷൻസും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ബോർഡ് എക്സാം പാറ്റേണിൽ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇസ് ടു മച്ച്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക, സെറ്റാക്കി വെച്ചേക്കുക. പിന്നെ ഇമ്പോർട്ടൻസും ഫീച്ചേഴ്സും, പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും ഫീച്ചേഴ്സും പഠിക്കുക എന്ന് പറഞ്ഞാൽ സച്ച് എ ഈസി തിങ്. അത്രയും ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക് ഇല്ല. കാരണം നമുക്ക് പ്ലാനിങ് എന്താണെന്ന് അറിയാം, നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. സോ ഈസിലി യു ക്യാൻ സ്കോർ ദിസ് മാർക്സ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഹാവ് പ്ലാൻസ് എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി ദേ ആർ ഗോയിങ് ടു ആസ്ക് ക്വസ്റ്റ്യൻ ഫ്രം ദ പാർട്ട് ഓഫ് ദ ടൈപ്സ് ഓഫ് പ്ലാൻ. ഓക്കെ, ടൈപ്സ് ഓഫ് പ്ലാൻ എന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, സോ ഐ തിങ്ക് പ്രയോറിറ്റി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം പ്ലാനിങ് പ്രോസസ്സിന് കൊടുക്കാം, രണ്ടാമത് ലിമിറ്റേഷൻസ് കൊടുത്തിട്ട് യു ഗോ തേർഡ് ടു ദ ടൈപ്സ്. ഓക്കെ, എന്നിട്ട് ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, മീനിങ് എന്നുള്ളതിലേക്ക് വരാം എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി ദേ ആർ ഗോയിങ് ടു ആസ്ക് ക്വസ്റ്റ്യൻ ഫ്രം ദീസ് പാർട്സ്. ഓക്കെ, ഈ 3 പാർട്ടിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ട്. ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഈ 3 പാർട്ടിൽ നിന്ന് എന്തായാലും ഈ പറഞ്ഞ ലിമിറ്റേഷൻസ്, പ്രോസസ് ആൻഡ് ടൈപ്സ് എന്നുള്ളതിൽ നിന്ന് കൂടുതൽ എക്സ്പെക്റ്റഡ് ആണ് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ ലേൺ ദാറ്റ് പാർട്ട് വെരി വെൽ. ഓക്കെ, പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് പ്ലാൻസ് ഏതൊക്കെയാണ് ആ പ്ലാനിൻ്റെ അടിയിൽ വരുന്നത് എന്നൊക്കെ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളതാണ് പ്ലാനിങ് എന്ന്. അഗെയിൻ ദാറ്റ് 15 മാർക്സ് ഓർ 12 to 18 മാർക്സ് എന്നുള്ള വെയിറ്റേജ് തന്നെയാണ് ഞാൻ ഈ ചാപ്റ്ററിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അഗെയിൻ വി എൻഡ് വിത്ത് ദ ലാസ്റ്റ് ചാപ്റ്റർ വിച്ച് ഈസ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്ന് പറയുന്ന മറ്റൊരു ചെറിയ ചാപ്റ്റർ. കൂടുതൽ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. എന്താണ് ഓർഗനൈസിങ് എന്നും ഓർഗനൈസിങ്ങിൻ്റെ സ്റ്റെപ്സും പറയുന്നുണ്ട്. ഡിഫൈൻ ഓർഗനൈസിങ് ഡെഫിനിഷൻ ഞാൻ കൊടുത്തിട്ടില്ല, ബട്ട് ഡെഫിനറ്റ്ലി ലേൺ ദ ഡെഫിനിഷൻ ഓഫ് ദി ഓർഗനൈസിങ്. ഡെഫിനിഷൻ പഠിക്കുക, സ്റ്റെപ്സ് പഠിക്കുക കേട്ടോ. ഓക്കെ, ആദ്യം സ്റ്റെപ്സ് പഠിച്ചതിന് സ്റ്റെപ്സ് ഇസ് വെരി ഈസി ആണ്. ഒരു 4 സ്റ്റെപ്പുള്ള വളരെ എളുപ്പമുള്ള ഒരു സാധനമാണ്. യു ഗോ ത്രൂ ദാറ്റ്. 4 സ്റ്റെപ്പ് പഠിച്ച് വെച്ച് വെക്കുക. ദെൻ കംസ് ടു ദ ഓർഗനൈസിങ് സ്ട്രക്ചർ എന്നുള്ളതാണ് കേട്ടോ. ഈ 2 ഓർഗനൈസിങ് സ്ട്രക്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഫസ്റ്റ് പ്രയോറിറ്റി എങ്ങോട്ട് പോവുക, ഈ പറഞ്ഞ ഓർഗനൈസിംഗ് സ്ട്രക്ചറിന് പഠിക്കുക. പിന്നെ ദീസ് 2 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇത് എപ്പോഴും എങ്ങനെയാണ് ചോദിക്കലെന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ ഫോർമൽ ഓർഗനൈസേഷൻ വേഴ്സസ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ ഇവിടുന്ന് വരാം, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ആര്, ഡെലിഗേഷനും അതേപോലെ ഡീസെൻട്രലൈസേഷനും തമ്മിൽ. ഓക്കെ, അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, ഫോർമലും ഇൻഫോർമലും ഉള്ളതിൻ്റെ
ഡിഫറൻസ് ബിറ്റ്വീൻ പഠിക്കുക, ഇതിന് ഡിഫറൻസ് ബിറ്റ്വീൻ പഠിക്കുക. സോ ദേ ആർ ഗോയിങ് ടു ഡെഫിനറ്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ അത് എങ്ങനെ ചോദിച്ചാലും നമുക്ക് എന്താണെന്ന് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാം, ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഡെലിഗേഷനോ ഡെലിഗേഷൻ 100% ഷുവർ ആണെന്നാണ് എൻ്റെ ഒരു ഡെലിഗേഷൻ്റെ ഭാഗത്ത് നിന്ന് ഡെലിഗേഷൻ മാത്രമായിട്ടൊരു ചോദ്യം എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ ഓണം എക്സാമിന്. സോ ദാറ്റ് പാർട്ട് യു ഷുഡ് ബി വെരി നോക്കട്ടെ. ഈ പറഞ്ഞതുപോലെ തന്നെ ഫംഗ്ഷനലിൻ്റെയും ഡിവിഷണലിൻ്റെയും അതൊക്കെ സ്ട്രക്ചേഴ്സ് വരയ്ക്കാനും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. കാരണം സ്ട്രക്ചർ വരച്ച് എഴുതാനുള്ള ക്വസ്റ്റ്യൻസും ഒരുപാടായിട്ട് ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, സോ ദാറ്റ് വൺ പാർട്ട് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഫംഗ്ഷനിൽ ഡിവിഷണൽ പഠിച്ചു വെച്ചേക്കാം, ഫോർമൽ, ഇൻഫോർമൽ ആൻഡ് ഡെലിഗേഷൻ അതോറിറ്റി. ദെൻ ഗോ ടു ദീസ് ഇമ്പോർട്ടൻസ് ലാസ്റ്റ് പഠിച്ചാൽ മതി. സ്റ്റെപ്സ് വളരെ പിന്നെ പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ഒരു 4 സ്റ്റെപ്പ് സീനാണ്. യു ക്യാൻ ജസ്റ്റ് ഡു ഇറ്റ് വെരി ഈസിലി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മക്കളെ നമ്മളെ നിങ്ങളുടെ ഓണം എക്സാമിന് നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഒന്നും കൂടി ബെറ്റർ ആയിട്ട് പഠിക്കണം. കുറച്ച് PYQs വേണം, കുറച്ച് MCQs വേണം, കുറച്ച് റെക്കോർഡഡ് ക്ലാസ്സസ് വേണം, സ്കൂളിൽ എടുത്തതിനൊക്കെ എന്തെങ്കിലുമൊക്കെ അധികം വേണം എന്ന് തോന്നുകയാണെങ്കിൽ യു ജസ്റ്റ് ഗോ വിത്ത് അസ്, നമ്മുടെ എജുപോർട്ടിൻ്റെ ഗോ വിത്ത് അവർ പ്ലാൻ. ഓക്കെ, നമ്മുടെ ഈ ഒരു 999 പ്ലാൻ ഇനി വൈകിക്കണ്ട. കാരണം പറഞ്ഞ പോലെ ഓൺ എക്സാം ഈസ് ഗോയിങ് ടു ഹാപ്പൻ വിത്തിൻ 15 to 20 ഡേയ്സിനുള്ളിൽ നമുക്ക് എന്തുണ്ട്, ഓണം എക്സാം ഈസ് ഗോയിങ് ടു ഹാപ്പൻ. സോ ഈ ക്ലാസ്സസ് ഒക്കെ ഒന്ന് കേൾക്കണം. നമ്മൾ ഒരുപാട് റെക്കോർഡ് ക്ലാസ് ഒക്കെ ഉണ്ട്. സോ യു ഷുഡ് ലേൺ അബൌട്ട് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞതുപോലെ കം ടു എൻറോൾ വിത്ത് ദിസ് കോഴ്സ്. ഓക്കെ, കോഴ്സിൻ്റെ ലിങ്ക് നമ്മുടെ താഴെ തന്നെ ഉണ്ട്. യു ക്യാൻ വാച്ച് ദിസ്. ഓക്കെ, ഈ പറഞ്ഞതുപോലെ തന്നെ യു ക്യാൻ ക്ലിക്ക് ഓൺ ദാറ്റ് ലിങ്ക്. ഓക്കെ, ജസ്റ്റ് ഫോം ഫില്ല് ചെയ്യുകയാണെങ്കിൽ ദ കോൾ വിൽ ബി റിസീവ്ഡ് അല്ലേ. നെക്സ്റ്റ് ഡേ തന്നെ അല്ലെങ്കിൽ സെയിം ഡേ തന്നെ യു വിൽ റിസീവ് ദ കോൾ. ആ കോൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുക, ഇതൊക്കെ ഉണ്ടോ എന്നൊക്കെ കൃത്യമായി ചോദിച്ചതിന് ശേഷം യു ജസ്റ്റ് ഗോ വിത്ത് ദിസ് വൺ. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് പറയാനുള്ളത്. സോ വെരി ഗുഡ്, വെൽ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. താങ്ക് യു.